ചൂടല്ലേ? എന്ത് പറ്റി? ഒന്നുമില്ല. മാളു, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം പോകണ്ട എവിടെ? ഞാൻ ഒരു കിടുക്കൻ സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? അല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാലേ. മിണ്ടാതിരിക്കാനാ പറഞ്ഞ. ഓ, അമൃതേ ചേച്ചി, ഇനി രണ്ടുപേരും എഴുന്നേറ്റ് തൊഴുതിട്ട് ഹോമകുണ്ടത്തിന് ഒരു വലം വെച്ച് വന്നോളൂ. താൻ ഓക്കെ അല്ലേ? അമൃതേ ചേച്ചി, 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 ഈ പുകയിൽ നിർത്തണ്ട. ആ കുട്ടിയെ ഒന്ന് റൂമിൽ ഉണ്ടാക്കാരെങ്കിലും. അമൃതയൊന്നും കഴിച്ചിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. മോൻ അതോർത്ത് വിഷമിക്കണ്ട. പൂജ കഴിഞ്ഞ് കഴിക്കാമെന്ന് അമ്മ വിചാരിച്ചിട്ടുണ്ടാവും. മാളു, ഒന്ന് മാറിക്കുമോളെ. അമ്മ, സുമിത്രേ, ഒന്ന് എഴുന്നേറ്റേ വാ. മോളെ, ദാ ഈ പാല് കുറച്ച് കുടിക്ക്. വേണ്ട. കുറച്ചെങ്കിലും കുടിക്കും മോളെ, കുടിക്ക്. മതി. പേടിക്കാനൊന്നുമില്ല കേട്ടോ. പുകയും ചൂടും കൊണ്ടതുകൊണ്ടുള്ള ക്ഷീണ അത്രേ ഉള്ളൂ. ഇപ്പൊ ശരിയാവും. ഏട്ടാ, ഇത്രയും വിഷമിച്ച് നിൽക്കാൻ വേണ്ടി മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ. ഏട്ടത്തി ഓക്കെയാ. നോക്കിക്കേ, ഏട്ടത്തി പെർഫെക്റ്റ് ആയില്ലേ? ഇങ്ങനെ വേണം. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാവേ.